നമസ്കാരം. നാം എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു കമ്പനിയാണ് ജിയോ എന്ന് പറയുന്നത്. നമ്മൾ ഉപയോഗിക്കുന്ന സിം ജിയോയുടേതായിരിക്കാം. ജിയോ വന്നതിന് ശേഷമാണ് നമ്മൾ ഇത്രത്തോളം ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ നമ്മൾ ശീലിച്ചത്, ഇന്റർനെറ്റ് സൗജന്യമായിട്ട് കിട്ടാൻ നമുക്ക് തുടങ്ങിയത്. അപ്പോൾ അതൊക്കെ കൊണ്ടുകൊണ്ട് ജിയോയുടെ പേര് എപ്പോഴും നമ്മുടെ ഉള്ളിൽ ഹൈലൈറ്റ് ചെയ്യും. വേറൊരു കുഞ്ഞു കുട്ടിയോട് ചോദിച്ചാൽ പോലും ജിയോയുടെ പേര് എപ്പോഴും ഉണ്ടാവും. നിങ്ങൾ ജിയോയുടെ പെട്രോൾ പമ്പുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ നാട്ടിലുണ്ടോ പെട്രോൾ പമ്പ് ജിയോയുടെ? ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണോ. എൻ്റെ നാട്ടിൽ ജിയോയുടെ പെട്രോൾ പമ്പ് കാര്യങ്ങളൊന്നുമില്ല. ഞാനിങ്ങനെ ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ജിയോൻ്റെ പെട്രോൾ പമ്പ് കണ്ടു. പെട്രോൾ പമ്പ് കണ്ടപ്പോൾ കൊള്ളാലോ, നല്ല അടിപൊളി പച്ച കളറൊക്കെ ആയിട്ട് ഭയങ്കര രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരു പെട്രോൾ പമ്പ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വരുമാനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല വരുമാനമാണ് കിട്ടുന്നത്. ഒരു പെർസെൻറ്റേജ് കമ്മീഷനാണ്. അപ്പോൾ ആ ഒരു പെർസെൻറ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് വണ്ടികളൊക്കെ വന്ന് പെട്രോൾ ഫ്യൂലൊക്കെ ഫില്ല് ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിലൂടെ ഒരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഈ ജിയോയുടെ പമ്പിനെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള സർവീസസ് കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ജിയോ സ്റ്റാർട്ട് ചെയ്തുകൂടാ. അപ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ നാട്ടിൽ ജിയോയുടെ പെട്രോൾ പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ജിയോയുടെ BP സെൻറ്റർ, മൊബിലിറ്റി സെൻറ്റർ എന്ന BP മൊബിലിറ്റി സെൻറ്റർ. കാരണം അവിടെ പെട്രോളും ഡീസലും മാത്രമല്ല, ഒരുപാട് സേവനങ്ങളുണ്ട് ജിയോയുടെ. അത്തരത്തിലെ എല്ലാ സേവനങ്ങളും കൊടുക്കുന്ന ഒരു ഓൾ ഇൻ വൺ മൊബിലിറ്റി സെൻറ്റർ നിങ്ങളുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. അതിലൂടെ മികച്ച വരുമാനം ഉണ്ടാക്കാൻ പറ്റും. ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ബിസിനസ് മോഡലാണ് ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടൻ തന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുമാത്രമല്ല, ഇതുപോലുള്ള ഒരുപാട് ബിസിനസ് ഐഡിയകൾക്കായിട്ട് നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ ജോലികൾ, ഓൺലൈൻ ബിസിനസ്സുകൾ, മറ്റുള്ള അനുബന്ധ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് സൗജന്യമായിട്ട് കിട്ടും. ഇപ്പോൾ തന്നെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ എങ്ങനെയാണ് ജിയോയുടെ മൊബിലിറ്റി സെൻറ്റർ വർക്കൗട്ട് ചെയ്യുന്നത്, എങ്ങനെ നമുക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാം എന്നതിനെക്കുറിച്ച് വിശദമായിട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ജിയോൻ്റെ BPയുടെ വെബ്സൈറ്റാണ്. ജിയോ BP മൊബിലിറ്റി സെൻറ്റർ എന്നാണ് ഇവർ ഇതിനകത്ത് പറയുന്നത്. ഇതിനകത്ത് വരുന്ന സർവീസുകൾ ഓരോന്നായിട്ട് നോക്കാം. ഒന്ന്, ഫ്യൂൽ അറ്റ് ജിയോ BP ഫ്യൂൽസ്, അതുപോലെ തന്നെ ഫ്യൂൽ ഫോർ യു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്, അതുപോലെ തന്നെ കാസ്ട്രോൾ, CNG, ഫ്ലെക്സിപേ, ട്രാൻസ് കണക്ട് എന്ന് പറഞ്ഞൊരു സർവീസ്, നിട്രോഫിൽ അവരൊരു കഫേ ഉണ്ട്, കൺവീനിയൻസ് സ്റ്റോർ ഉണ്ട്, EV ചാർജിങ് ഉണ്ട്, ബാറ്ററി സ്വാപ്പ് സിസ്റ്റം ഉണ്ട്, എയർ BP ജിയോ ഉണ്ട്. ഇങ്ങനെ ഒരുപാട് സേവനങ്ങളാണ് ജിയോക്കകത്തുള്ളത്. ഒരു പ്രോഡക്റ്റ് മാത്രമല്ല, പല തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ഒരുമിച്ച് ആഡ് ചെയ്തിട്ട് ഇവരെന്ത് ചെയ്യുന്നു, ഒരൊറ്റ സ്റ്റേഷനിൽ നമ്മൾ കൊടുക്കും. നിങ്ങളിപ്പോൾ കണ്ടുപിടിക്കുന്നത് ഇവരുടെ മെയിൻ സ്ക്രീനാണ്. ഈ മെയിൻ സ്ക്രീനിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെ പമ്പ് കാണാൻ പറ്റും. കണ്ടോ, ഇതാണ് മൊബിലിറ്റി സെൻറ്റർ. ഇതുപോലെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലെവലിലാണ് ഇത് ഉണ്ടാവുക. നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ജിയോ പമ്പ് ഉണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാവരും ജിയോ പമ്പിലേക്കായിരിക്കും കൂടുതൽ ആൾക്കാർ വരും. താരതമ്യേന മറ്റുള്ള പമ്പുകളെക്കാളും കുറച്ച് റേറ്റ് കുറവായിരിക്കും. സർവീസ് അടിപൊളിയായിരിക്കും കേട്ടോ, പക്ക സർവീസ് ആയിരിക്കും. അത്രയും നല്ലൊരു സ്റ്റാൻഡേർഡ് കാര്യങ്ങളിലാണ് പോകുക. നമ്മൾ ആദ്യ ഘട്ടത്തിൽ ഈ പറഞ്ഞ കോർപ്പറേറ്റ് ഭീമൻ കമ്പനികളൊക്കെ നമ്മൾ കുറ്റം പറയാറുണ്ട്. ഇപ്പോൾ ജിയോ വന്നപ്പോൾ അതൊക്കെ കാണാം, പഴയ അംബാനിനെ പോലെ നിർത്തി പൂട്ടി കെട്ടി പോകും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഇന്ന് എല്ലാ ആൾക്കാരും ജിയോയാണ് ഉപയോഗിക്കുന്നത്. ജിയോ വിപ്ലവം തന്നെയാണ് ഇന്ത്യയിൽ സൃഷ്ടിച്ചത്, എല്ലാവർക്കും അറിയാമല്ലോ. അത്രയും നല്ല രീതിയിലാണ് അംബാനി ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുകേഷ് അംബാനി. അപ്പോൾ ആ ഇടയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ ജിയോ പമ്പ് സിസ്റ്റം കൂടി വരുന്നത്. സോ ജിയോ പെട്രോൾ പമ്പ് നിങ്ങൾക്ക് നിങ്ങളുടെ നാട്ടിൽ സ്റ്റാർട്ട് ചെയ്യാം. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നോക്കിയേ, ജിയോയുടെ ഏറ്റവും നൂതന ടെക്നോളജിയൊക്കെ വരുന്നുണ്ട്. ഫുള്ളി ഓട്ടോമാറ്റഡ് ആയിട്ട് ഫ്യൂലൊക്കെ ഫില്ല് ചെയ്യുന്ന സിസ്റ്റവും കാര്യങ്ങളൊക്കെ. ആ വീഡിയോ തന്നെ കാണുമ്പോൾ തന്നെ ഒരു ഭയങ്കര അട്രാക്ഷനാണ്. എനിവേ നമുക്ക് എങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം എന്നതിനെ കുറിച്ച് സിമ്പിളായിട്ട് നോക്കാം. നിങ്ങൾ ഇപ്പോൾ ഈ ഒരു ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനകത്ത് പാർട്ട്നേഴ്സ് ആവാൻ, ജിയോയുടെ പമ്പ് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ട്നേഴ്സ് ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഒരു പേജാണിത്. ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ ID, മൊബൈൽ നമ്പർ, അതുപോലെ നിങ്ങളുടെ സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്, സോഴ്സ് ഓഫ് ഇൻഫോർമേഷൻസ്, അതുപോലെ തന്നെ അഡ്രസ്സ്, കറണ്ട് ബിസിനസ്, എന്ത് ബിസിനസ് ചെയ്യുന്നത്, ലാസ്റ്റ് ഇയർ നിങ്ങളുടെ ടേൺ ഓവർ, ഫ്ലോട്ട് എത്ര നിങ്ങൾക്ക് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് റെന്റിന് എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ലീസിന് എടുക്കുന്നുണ്ട്, അതിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ അഡ്രസ്സ്, ലോങ്ങിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കൊടുക്കുക, ലൊക്കേഷൻ്റെ. എന്നിട്ട് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസ്, നാഷണൽ ഹൈവേയുടെ സൈഡ് ആണെങ്കിൽ ഇത്ര സ്ക്വയർ മീറ്റർ വേണമെന്നും, അത് സിറ്റിയിലാണെങ്കിൽ ഇത്ര സ്ക്വയർ മീറ്റർ വേണമെന്നും, അതുപോലെ തന്നെ അതർ റോഡ്സ് ആ സൈഡിലാണെങ്കിൽ ഇത്ര സ്ക്വയർ മീറ്റർ വേണമെന്നുള്ള റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൾ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ഇവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. ഇതിൻ്റെ പാക്കേജുകൾ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഇവർ നിങ്ങളെ കൃത്യമായിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യും. കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഒബ്വിയസ്ലി ജിയോയുടെ പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എക്സ്പെൻസീവാണ്, കുറച്ച് എമൗണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വേണം. നമ്മൾ എമൗണ്ട് ഒന്നും ഇല്ലാതെ വെറുതെ ഒരാൾക്ക് ജിയോയുടെ പമ്പ് കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്യാൻ പറ്റില്ല. അത്യാവശ്യം ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ബെസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് ഇതൊക്കെ പമ്പും ഇത്തരത്തിലുള്ള പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ലോണ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ലോണുകളൊക്കെ നിങ്ങൾക്ക് റൈസ് ചെയ്യാൻ പറ്റും. ഇതൊരു ലോങ് ടേം ആയിട്ടുള്ള ഒരു ബിസിനസ്സാണ്. ഒരു 10, 20, 30 വർഷത്തേക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ്. നല്ലൊരു എമൗണ്ട് നിങ്ങൾക്ക് കിട്ടുകഴിഞ്ഞാൽ നല്ലൊരു ഇമേജ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനും പറ്റും. മറ്റുള്ള ബിസിനസ്സുകളെ പോലെ നഷ്ടങ്ങൾ നമുക്കിതിനകത്ത് വളരെ കുറവാണ്. വണ്ടികളൊക്കെ വന്ന് എണ്ണ അടിക്കുകയും, വണ്ടികളൊക്കെ വന്ന് ചാർജ് ചെയ്യുകയും, വണ്ടികളൊക്കെ വന്നിട്ട് മറ്റുള്ള സർവീസസ് കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് റവന്യൂ കൂട്ടിയെടുക്കാൻ പറ്റും. പലതരത്തിലുള്ള സർവീസസ് നമുക്ക് ഈ ഒരു മൊബിലിറ്റി സെൻറ്റർ വഴി കൊടുക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ എല്ലാവരുടെയും നാട്ടിൽ ജിയോയുടെ പെട്രോൾ പമ്പ് കാര്യങ്ങളൊക്കെ മൊബിലിറ്റി സെൻറ്റർ സ്റ്റാർട്ട് ചെയ്യാം, നല്ല വരുമാനം ഉണ്ടാക്കാം. ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ നല്ല ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ കാത്തിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ ഒരു വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇതുപോലുള്ള ഒരുപാട് വീഡിയോകൾ വരുന്ന ദിവസങ്ങൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷനായി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.